വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ തന്നെ കമ്പനികൾ വരുത്തുന്ന ഒന്ന് രണ്ട് കോമൺ മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും? ബെറ്ററായി പ്രസന്റ് ചെയ്തത് സാധാരണ ഔട്ട്കം അല്ല, ദാറ്റ്സ് എ ഡ്രീം ഡ്രീം ഔട്ട്കം. അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഈ പെർസീവ്ഡ് ലൈക്ലിഹുഡ് ഓഫ് അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ അവർക്ക് അത് എങ്ങനെ കിട്ടും എന്നുള്ള അവരുടെ മനസ്സിലാക്കലുകളാണ്. ഈ മാർക്കറ്റിങ്ങിന് എല്ലാവരും ഒരു എക്സ്പെൻസ് ആയിട്ട്, ഒരു വലിയ ചെലവായിട്ടാണ് കാണുന്നത്. അവിടെയാണ് ആക്ച്വലി നമ്മൾ ഒരു പ്രോഫിറ്റബിൾ അഡ്വർടൈസ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരെ നമ്മൾ പറയണത്. അതായത് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആവറേജ് നമുക്ക് മൊത്തം വരാനുള്ള വരുമാനത്തിനെയാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. ഇത് പറയാൻ തന്നെ ഇപ്പൊ ഇത്ര സമയം എടുത്തു. അപ്പോൾ ചുമ്മാ കുറച്ച് പോസ്റ്ററുകൾ ഇടുന്നതിലൂടെ വളരാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അല്ലേ? ഇപ്പൊ ഈ മാർക്കറ്റ് ചെയ്യുന്ന കോസ്റ്റ് അവർക്ക് റീകവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആക്ച്വലി മാർക്കറ്റിംഗ് കോസ്റ്റ് 0 ആണ്. ഈ പറയുന്ന പോലെ സംസാരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക, ക്യാക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുക, കൺവേർഷൻ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയുക. 1 കോടിയുടെ മുകളിലൊക്കെ ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പാർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിലാണ്. ഗ്രോത്ത് ഫാദർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരിക, അച്ചീവബിൾ ആയിട്ടുള്ള വളരെ ചെറിയ മൈൽ സ്റ്റോൺസ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുക.